ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2 സ്പെക്ട്രോസ്കോപ്പിയിലെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് രണ്ട് എനർജി ലെവൽ എന്ന് പറയുന്ന വൈബ്രേഷണൽ എനർജി ലെവലാണ് ഇവിടെ വരുന്നത്, V1 ആൻഡ് V2. ഈ വൈബ്രേഷണൽ എനർജി ലെവലിൽ ആറ്റം അല്ലെങ്കിൽ മോളിക്കൂൾ എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്നു. ഇൻഫ്രാറെഡ് റീജിയനിൽ അതിൻ്റെ മെഷർമെൻ്റ് ആണ് 700 to 4000 വരുന്ന മെഷർമെൻ്റ് ആണ് ഇൻഫ്രാറെഡ് റീജിയൻ്റെ. ആ ഫ്രീക്വൻസിയിലുള്ള എനർജി എന്ത് ചെയ്യുന്നു? മോളിക്കൂള് അബ്സോർബ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് അബ്സോർഷൻ സ്പെക്ട്രം. അതുപോലെ തന്നെ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന മോളിക്കൂൾ അല്ലെങ്കിൽ ആറ്റം എന്താവില്ല, അൺസ്റ്റേബിൾ ആണ്. അത് എനർജി റിലീസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പോരുന്നു. ഇതിൻ്റെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ട്രാൻസിഷൻ എപ്പോഴും വരുന്നത് വൈബ്രേഷണൽ മോഡ്സിലായിരിക്കും ട്രാൻസിഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നോക്കാം. IR സ്പെക്ട്ര ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ അബ്സോർഷൻ ഓഫ് എനർജി ബൈ മോളിക്കൂൾ ഇൻ ദ ഇൻഫ്രാറെഡ് റീജിയൻ and the transition occurs between the vibrational energy levels. So IR spectroscopy is also known as vibrational spectroscopy. IR spectroscopy അതുകൊണ്ട് നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ IR spectroscopy can be divided into two fingerprint region and group frequency region. fingerprint region എന്ന് പറഞ്ഞാൽ 1400 700 ഇടയിൽ വരുന്ന ഗ്രൂപ്പ് റീജിയൻ ഇതാണ് വരുന്നത്, ഫിംഗർപ്രിൻ്റ് റീജിയൻ എന്ന് പറയുന്നത്. അതുപോലെ ഗ്രൂപ്പ് ഫ്രീക്വൻസി റീജിയൻ എന്ന് പറഞ്ഞാൽ 4000 1400 ഇടയിൽ വരുന്നതാണ് ഇത് ഗ്രൂപ്പ് ഫ്രീക്വൻസി റീജിയൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഫ്രീക്വൻസി റീജിയൻ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഗ്രൂപ്പ് ഫ്രീക്വൻസി റീജിയൻ യൂസ് ചെയ്യുന്നത്. ഫിംഗർപ്രിൻ്റ് റീജിയൻ എന്ന് പറയുന്ന ഓരോ മോളിക്കൂളിലും ഒരേപോലെ ആയിരിക്കും ഫിംഗർപ്രിൻ്റ് റീജിയൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ മസ്റ്റായിട്ടും പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ രണ്ടെണ്ണം ഉണ്ടെന്ന്, 2 പാർട്സ് ഉണ്ട്, ഫിംഗർപ്രിൻ്റ് റീജിയനും ഗ്രൂപ്പ് ഫ്രീക്വൻസി റീജിയനും ഉണ്ടെന്ന് പഠിക്കുക. അങ്ങനെ എക്സാമിന് ചോദിച്ചത് കണ്ടിട്ടില്ല, എന്നാലും എൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കുക. ഓക്കെ, പ്രിൻസിപ്പിൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി ടൈപ്സ് ഓഫ് വൈബ്രേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. നോക്കിയേ, വെൻ IR റേഡിയേഷൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 എനർജി ലെവൽ ഉണ്ടെന്ന് പറഞ്ഞു, V1 V2. മോളിക്കൂൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്നു, IR റീജിയണിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഈ മോളിക്കൂൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയായിരിക്കും പോകുന്നത്? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്, അല്ലേ? നോക്കിയേ, വെൻ ആൻ IR റേഡിയേഷൻ ഈസ് പാസ്ഡ് ത്രൂ എ മോളിക്കൂൾ ഇറ്റ് സ്റ്റാർട്ട്സ് വൈബ്രേറ്റിംഗ്. ട്രാൻസിഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ ദർ ആർ 2 kinds ഓഫ് വൈബ്രേഷൻ, 2 രീതിയിലുള്ള എന്തുണ്ട്? വൈബ്രേഷൻ ഉണ്ട്. ഒരെണ്ണം സ്ട്രെച്ചിങ്ങും വേറൊന്ന് ബെൻഡിങ്ങും. ഓക്കെ, ഡ്യൂറിങ് സ്ട്രെച്ചിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 atoms ഡിക്രീസസ് or increases but the bond angle remains same. അതായത് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മോളിക്കൂൾ എടുക്കുകയാണെങ്കിൽ 3 ഇതുപോലത്തെ മോളിക്കൂൾ എടുക്കുക, 3 മോളിക്കൂൾ V ഷേപ്പിൽ, ഇപ്പോൾ വാട്ടർ മോളിക്കൂളാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 atoms ഡിക്രീസസ് ഓർ ഇൻക്രീസസ്. അതായത് ഈ സെൻട്രൽ ആറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇതിൻ്റെ സെൻട്രൽ ആറ്റത്തിൽ നിന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ആറ്റവും മൂവ് ചെയ്യുന്നത്. അത് ഒന്നുകിൽ മുകളിലോട്ട് മൂവ് ചെയ്യും, അല്ലെങ്കിൽ താഴത്തോട്ട് മൂവ് ചെയ്യും. അതായത് ഒരെണ്ണം സെൻട്രലിൽ നിന്ന് എപ്പാർട്ടും ആയിരിക്കും, ഒരെണ്ണം സെൻട്രലോട്ടും ആയിരിക്കും. അപ്പോൾ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഇങ്ങനെ അതായത് ഇങ്ങനെ നീണ്ടും കുറുകിയായിരിക്കും വരുന്നത് മൂവ്മെൻറ്റ്. സെൻട്രലിലോട്ട് ഒരെണ്ണം പോകും, സെൻട്രലിൽ നിന്ന് എപ്പാർട്ടായിട്ട് ഒരെണ്ണം പോകും. അങ്ങനെ നടക്കുന്ന മൂവ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ബോണ്ട് ആംഗിൾ എപ്പോഴും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അതേസമയം ബെൻഡിങ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിൻ്റെ ബോണ്ട് ആംഗിൾ എങ്ങനെയായിരിക്കും? ചേഞ്ച് ചെയ്യും. പക്ഷേങ്കിൽ ബോണ്ട് ലെങ്ത്, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും രണ്ടിൻ്റെയും ഒരുപോലെ ആയിരിക്കും വരുന്നത്. സെൻട്രൽ ആറ്റത്തെ അപേക്ഷിച്ച് 2 ആറ്റത്തിൻ്റെയും ഡിസ്റ്റൻസ്, അതായത് ലെങ്ത് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. അതിൻ്റെ ബോണ്ട് ആംഗിൾ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, ഇനി
ദ ബോണ്ട് ആംഗിൾ റിമെയിൻ സെയിം. സ്ട്രെച്ചിങ് വൈബ്രേഷൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സിമെട്രിക്കൽ ആൻഡ് എസിമെട്രിക്കൽ സ്ട്രെച്ചിങ്. സിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്നും എസിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൻഡിങ് മോഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇൻ പ്ലെയിനും ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ്ങും. ഇൻ പ്ലെയിനും ഉണ്ട്, ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ്ങും ഉണ്ട്. അപ്പം ടൈപ്സ് ഓഫ് വൈബ്രേഷനകത്ത് ആദ്യം മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, ഇൻഫ്രാറെഡ് റീജിയണിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്, അതായത് ട്രാൻസിഷൻ നടക്കുന്നത് മോഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ ഫോമിലായിരിക്കും ട്രാൻസിഷൻ നടക്കുന്നത്. ആ ട്രാൻസിഷൻ വൈബ്രേഷൻ എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഉണ്ട്, സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ്. സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോണ്ട് ആംഗിൾ എപ്പോഴും സെയിം ആയിരിക്കും. ആ സെൻട്രൽ ആറ്റത്തെ അപേക്ഷിച്ച് ബോണ്ട് ലെങ്ത് രണ്ട് ആറ്റത്തിൻ്റെയും ബോണ്ട് ലെങ്ത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്ന് സെൻട്രലിൽ നിന്ന് മൂവ് ചെയ്യും, വേറൊന്നും സെൻട്രലിലോട്ടായിരിക്കും. അങ്ങനെ മൂവ്മെൻറ്റ് വരുന്നതാണ് ഇന്ന് സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ആംഗിൾ ചേഞ്ച് ചെയ്യും, പക്ഷേ എങ്കിൽ ബോണ്ട് ലെങ്ത് ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. ഇനി സ്ട്രെച്ചിങ് വൈബ്രേഷനകത്ത് രണ്ട് ടൈപ്പുണ്ട്, സിമെട്രിക്കൽ സ്ട്രെച്ചിങ്ങും എസിമെട്രിക്കൽ സ്ട്രെച്ചിങ്ങും. ഇനി ബെൻഡിങ്ങിനകത്ത് ഇൻ പ്ലെയിനും ഉണ്ട്, ഔട്ട് പ്ലെയിനും ഉണ്ട്. ഓക്കെ, അതിന് അടുത്ത അതിൻ്റെ മോളിക്യൂൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, സ്ട്രെച്ചിങ് സിമെട്രിക് സ്ട്രെച്ചിങ്ങും ഉണ്ട്, എസിമെട്രിക് സ്ട്രെച്ചിങ്ങും ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അതായത് മൂന്നാറ്റം ഇരിക്കുന്നു, സെൻട്രൽ ആറ്റത്തെ അറ്റാച്ച് ചെയ്തുകൊണ്ട്, അതായത് വാട്ടർ മോളിക്യൂളിൻ്റെ ഒരു ഷേപ്പ് പോലത്തെ. അതായത് ഇതിൻ്റെ നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ് ആണ് ഇവിടെ വരയ്ക്കുന്നത്. സിമെട്രിക് സ്ട്രെച്ചിങ്ങിൻ്റെ അകത്ത് ഒരേപോലെ സെൻട്രലിലോട്ടാണ് ഈ ബോണ്ട് ലെങ്ത് കുറഞ്ഞാണ് വരുന്നത് അല്ലേ. അപ്പോഴത്തേനും എങ്ങനെ വരും, സെൻട്രലിലോട്ട് വരുമ്പോൾ ബോണ്ട് ലെങ്ത് ഒരുപോലെ കുറഞ്ഞാണ് വരുന്നത്, ഈ രീതിയിൽ വരും. അതേസമയം സെൻട്രലിൽ നിന്ന് എപ്പാർട്ടായിട്ട് പോവുകയാണ് എങ്കിൽ, നമ്മൾ ആരോ മാർക്ക് കൊടുക്കുമ്പോൾ സെൻട്രലിൽ നിന്ന് എപ്പാർട്ടായിട്ട് പോവുകയാണ് എങ്കിൽ അതിന് രണ്ടിൻ്റെയും സെൻട്രലിൽ നിന്ന് നീളം കൂടുതലായിരിക്കും വരുന്നത് അല്ലേ. സെൻട്രലിൽ നിന്ന് നീളം കൂടുതലായിരിക്കും വരുന്നത്, ഈ രീതിയിൽ വരും. അതായത് സെൻട്രലിലോട്ട് പോകുമ്പോഴത്തേക്കിനും അതിൻ്റെ നീളം കുറഞ്ഞിരിക്കും, സെൻട്രലിൽ നിന്ന് എപ്പാർട്ട് പോകുമ്പോഴത്തേനും ആ രണ്ട് ആറ്റത്തിൻ്റെയും ബോണ്ട് ലെങ്ത് കൂടിയിരിക്കും സെൻട്രൽ ആറ്റത്തെ വെച്ച് നോക്കുമ്പം. അതുപോലെ തന്നെ എസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം സെൻട്രലിലോട്ട്, മൂന്നാറ്റം ഉണ്ട്, മൂന്നാറ്റത്തിൻ്റെ ഒരെണ്ണം നമ്മൾ ആരോ മാർക്ക് കൊടുക്കുമ്പോൾ ഒരെണ്ണം സെൻട്രലിലോട്ടും മറ്റേത് സെൻട്രലിൽ നിന്ന് മാറി ആരോ മാർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരും, സെൻട്രലിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ലെങ്ത് കുറയും, സെൻട്രലിൽ നിന്ന് കൂടി വരുമ്പോഴത്തേനും അല്ലേ, സെൻട്രലിൽ നിന്ന് കൂടി വരുമ്പോൾ ലെങ്ത് കൂടും. അതായത് ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. സെൻട്രലിലോട്ട് വരുമ്പോഴത്തേക്കിനും ലെങ്ത് കുറഞ്ഞിരിക്കും, സെൻട്രലിൽ നിന്ന് പോകുമ്പോൾ അതിങ്ങനെ ഓരോ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോഡ്സ് ഓഫ് സ്ട്രെച്ചിങ് എന്ന് പറയുന്ന ഒരെണ്ണം കൂടിയും ഒരെണ്ണം കുറഞ്ഞും വരുന്നതായിരിക്കും ഏത് മോഡ്സ് സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി അതായത് ബെൻഡിങ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ബോണ്ട് ആംഗിൾ എങ്ങനെയായിരിക്കും, ഇതിൻ്റെ അകത്ത് ബോണ്ട് ആംഗിൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും ബോണ്ട് ആംഗിൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഈ ബോണ്ട് ലെങ്ത് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ സെൻട്രലിലോട്ട് ഒരുപോലെ പോകും, അല്ലെങ്കിൽ സെൻട്രലിൽ നിന്ന് മാറി അങ്ങ് ഒരു പാർട്ടായിട്ട് പോകും, അല്ലെങ്കിൽ ഒരെണ്ണം സെൻട്രലിലോട്ടും ഒരെണ്ണം സെൻട്രലിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ ഓരോ രീതിയിലായിരിക്കും എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ്, അതിൻ്റെ ബോണ്ട് ആംഗിളിന് വ്യത്യാസം ഉണ്ടാകത്തില്ല. അതേസമയം ബെൻഡിങ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ബെൻഡിങ്ങിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഫസ്റ്റ് ബെൻഡിങ്ങിൻ്റെ അകത്ത് സിസറിങ്ങും ഉണ്ട്, റോക്കിങ്ങും ഉണ്ട്. സിസറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ കത്രികയുടെ നടുക്കത്തെ ഭാഗം ഒരു ആറ്റമായിട്ട് എടുക്കുക, രണ്ട് കത്രികയുടെ രണ്ട് നോബ് എന്ന് പറയുന്നത് മറ്റ് രണ്ട് ആറ്റമായിട്ട് എടുക്കുക. അത് ഈ രീതിയിലല്ലേ കത്രിക നമ്മൾ കണ്ടിക്കുന്നത്, ആ രീതിയിലായിരിക്കും വൈബ്രേഷൻ നടക്കുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും വൈബ്രേഷൻ നടക്കുന്നത്, ഈ രീതിയിൽ വൈബ്രേഷൻ നടക്കുന്നത്. ഓക്കെ, അതായത് ഇതിങ്ങോട്ടും പോകും, ഇതിങ്ങോട്ടും പോകും ആരോ മാർക്ക്, ആ രീതിയിലായിരിക്കും മോഡ്സ് ഓഫ് വൈബ്രേഷൻ നടക്കുന്നത് സിസറിങ്ങിൻ്റെ അകത്ത്. ഇനി റോക്കിങ്ങിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മൾ കാറിൻ്റെയൊക്കെ വൈപ്പറൊക്കെ ഇല്ല, വൈപ്പർ പോകുന്ന പോലെ ഒരേ സൈഡിലോട്ട് ഒരുപോലെ അങ്ങ് പോകും. കാറിൻ്റെ വൈപ്പർ പോകുന്ന പോലെയാണ് ഏതെന്ന് പറയുന്നത് റോക്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഇതെന്ന് പറയുന്നത് ഇത്രയും സിസറിങ്ങും റോക്കിങ്ങും എന്ന് പറയുന്നത് ഇൻ പ്ലെയിനായിട്ടാണ് വരുന്നത്. അതേസമയം വാഗിങ്ങും ട്വിസ്റ്റിങ്ങും എന്ന് പറയുന്നത് ഔട്ട് ഓഫ് പ്ലെയിനാണ് വരുന്നത്, ഔട്ട് ഓഫ്
പ്ലെയിനാണ് വരുന്നത്. അതായത് ഒരു മൂന്ന് ആറ്റം ഇരിക്കുന്നു അല്ലേ, ഒരെണ്ണം ഈ 2 ആറ്റം എന്ത് ചെയ്യുന്നു, ഈ സെൻട്രൽ ആറ്റത്തെ നിർത്തിക്കൊണ്ട് ഈ 2 ആറ്റം മുകളിലോട്ട് ഒരുപോലെ പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്, വാഗിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ താഴത്തോട്ട് ഒരുപോലെ, ഇത് പ്ലസ്സും ആകാം മൈനസും ആകാം. പ്ലസ് ആണെങ്കിൽ മൂവ് അപ്പ്, മുകളിലോട്ട് ഒരുപോലെ പോകുന്ന, അല്ലെങ്കിൽ മൈനസ് ആണെങ്കിൽ മൂവ് ഡൗൺ, താഴത്തോട്ട് ഒരുപോലെ പോകുന്നതാണ് എന്ന് പറയുന്നത് വാഗിങ് എന്ന് പറയുന്നത്. ട്വിസ്റ്റിങ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മൂവ് അപ്പും ഒരെണ്ണം മൂവ് ഡൗണും ആണ് ഏത് ട്വിസ്റ്റിങ് എന്ന് പറയുന്നത്. പ്ലസ് സൈൻ കൊടുത്തിരിക്കുന്ന മൂവ് അപ്പും മൈനസ് സൈൻ കൊടുത്തിരിക്കുന്നത് മൂവ് ഡൗണുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം ആദ്യത്തെ അപേക്ഷിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യും, മറ്റേത് താഴത്തോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ്. അതായത് ഇതിനകത്ത് പഠിക്കാനുള്ള 2 എണ്ണത്തിൻ്റെ ആണ്. ഒരെണ്ണം കാർബൺ ഡൈ ഓക്സൈഡും ഒരെണ്ണം വാട്ടർ മോളിക്കൂളും. ഇതെപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടർ മോളിക്യൂൾസിൻ്റെയും മോഡ്സ് ഓഫ് വൈബ്രേഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ലീനിയർ മോളിക്കൂളും അതുപോലെ തന്നെ വാട്ടർ മോളിക്കൂൾ എന്ന് പറയുന്നത് നോൺ ലീനിയർ മോളിക്കൂളുമാണ്. ഇനി നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോർ ലീനിയർ മോളിക്കൂൾ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ കാണാനുള്ള ഇക്വേഷൻ 3n-5. അതേസമയം നോൺ ലീനിയർ മോളിക്കൂൾ ആണ് എങ്കിൽ 3n-6. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റമാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ആദ്യം തൊട്ടൊന്ന് വായിക്കാം. ഇൻ ഓർഡർ ഫോർ വൈബ്രേഷണൽ മോഡ്സ് ഇൻ എ മോളിക്കൂൾ ടു ബി IR ആക്റ്റീവ്, അതായത് ഇതിനകത്ത് IR ആക്റ്റീവ് ഉണ്ട്, IR ഇനാക്റ്റീവ് ഉണ്ട്. അതിൻ്റെ ലാസ്റ്റ് നമുക്ക് IR ആക്റ്റീവ് ഏത് ടൈപ്പ് മോളിക്കൂളാണ് വരുന്നത്, എങ്ങനെയാണ് IR ആക്റ്റീവ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെയുണ്ട്. ഇതിൻ്റെ അകത്ത് ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് IR ആക്റ്റീവ് ആയിരിക്കും. ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അതെങ്ങനെയായിരിക്കും, IR ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് വൈബ്രേഷൻ മോഡ്സിനകത്ത് നമ്മൾ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ആറ്റമാണെന്ന് പറഞ്ഞു. ലീനിയർ മോളിക്കൂളിൻ്റെ കാണുന്ന 3n-5 ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നോൺ ലീനിയർ ആണെങ്കിൽ 3n-6 ആണെന്ന് പറഞ്ഞു. നമ്മൾ വാട്ടർ മോളിക്കൂൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ് എങ്കിൽ, വാട്ടർ മോളിക്കൂൾ നോൺ ലീനിയർ മോളിക്കൂളാണ്. ഷേപ്പ് ലീനിയർ എന്ന് പറയുന്നത് നേരെ പോകുന്നതാണ്, നോൺ ലീനിയർ എന്ന് പറയുന്നത് ബെൻഡ് ചെയ്തൊക്കെ വരുന്നതാണ്. വാട്ടറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് V ഷേപ്പാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മോഡ്സ് ഓഫ് വൈബ്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 3n-6 ആണ്. വാട്ടർ എന്ന് പറയുന്നത് H2O ആണ്. H2Oയ്ക്കകത്ത് എത്ര ആറ്റം ഉണ്ട്, 3 ആറ്റം ഉണ്ട്. ഒരു ഓക്സിജനും 2 ഹൈഡ്രജനുണ്ട്, 3 ആറ്റം ഉണ്ട്. അപ്പോൾ അതിൻ്റെ 3n-6 വെച്ച് കണ്ടുപിടിക്കുമ്പോൾ 3 × 3 ആറ്റം അല്ലേ, -6 എത്ര മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്, 9-3 അല്ല 9-6 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട് ആർക്ക്, വാട്ടർ മോളിക്കൂളിന് അല്ലേ. നമ്മൾ ഈ വാട്ടർ മോളിക്കൂളിനെ IR സ്പെക്ട്രം വെച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ വെച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഇതെന്ന് പറയുന്ന പീക്ക് എന്ന് പറയുന്ന 3 പീക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ആ 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ IR ആക്റ്റീവ്, അതായത് 3 പീക്കും കാണിച്ചിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെയായിരിക്കും, 3 പീക്കും IR ആക്റ്റീവാണ്. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസാണ് എങ്കിൽ നമുക്ക് എങ്ങനെ വരും, 3 × ലീനിയർ മോളിക്കൂളാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ്, 3 × കാർബൺ ഡൈ ഓക്സൈഡ് 3 എണ്ണം അല്ലേ, 2 ഓക്സിജനും 1 കാർബണും 3. അപ്പോൾ 3 × 3-5 3-5 എന്ന് പറയുമ്പോൾ 9-5 4 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. ആ 4 മോഡ്സ് ഓഫ് വൈബ്രേഷനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ തന്നെ 3 പീക്കേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം 3 പീക്കേ കാണാൻ പറ്റുള്ളൂ. ബാക്കി ഒരെണ്ണം എന്ന് പറയുന്നത് IR ഇനാക്റ്റീവാണ്. ഇതിൻ്റെ അകത്ത് 3 എണ്ണം IR ആക്റ്റീവും 1 എണ്ണം IR ഇനാക്റ്റീവാണ്. അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഇത്രയും പഠിച്ചാൽ മതി. ലീനിയർ മോളിക്കൂള് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്ന 3n-5ഉം നോൺ ലീനിയർ മോളിക്കൂളിൻ്റെ കേസിൽ 3n-6ഉം ആണ്. അതുപോലെ ഇതെന്ന് പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് നോൺ ലീനിയറിൻ്റെ കേസിൽ നമ്മൾ വാട്ടർ മോളിക്കൂളും ലീനിയറിൻ്റെ കേസിൽ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കൂളും ആണ് എടുക്കുന്നത്. അതിൻ്റെ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ ഇതുപോലെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി, ഇത്രയും പഠിച്ചാൽ മതി. അതിനുശേഷം അതിൻ്റെ അപ്പുറം നെക്സ്റ്റ് പേജിൽ കിടക്കുന്നത് അതിൻ്റെ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇത് കാണാതെ പഠിക്കണം, പഠിച്ച് ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. നോക്കിയേ, വൈബ്രേഷണൽ മോഡ്സ് ഓഫ് വാട്ടർ മോളിക്കൂൾ എന്ന് പറയുന്നത്
3n-6 അല്ലേ, 3n-6 അങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. ദീസ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് സിമെട്രിക് സ്ട്രെച്ചിങ്. മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഏതൊക്കെയാണ്? സിമെട്രിക് സ്ട്രെച്ചിങ് വരുന്നുണ്ട്, എസിമെട്രിക് സ്ട്രെച്ചിങ് വരുന്നുണ്ട്, സിസറിങ് വരുന്നുണ്ട്. അതായത് സിസറിങ് എന്ന് പറയാൻ പറ്റത്തില്ല, അത് ഒന്നുകിൽ ഇൻപ്ലെയിനിലുള്ള സിസറിങ് ആകാം, ഇത് സിസറിങ്ങും വരാം. അതുപോലെ തന്നെ സിസറിങ്ങും പിന്നെ ഏതായിരുന്നു നമുക്കുണ്ടായിരുന്നത്? റോക്കിങ്ങും ആയിരുന്നുണ്ടായിരുന്നു അല്ലേ. സിസറിങ്ങും വരാം, റോക്കിങ്ങും വരാം. അതുപോലെ ഔട്ട് പ്ലെയിനിലുള്ള വാഗിങ്ങും വരാം, ട്വിസ്റ്റിങ്ങും വരാം. അതായത് ഈ മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്ന ബെൻഡിങ് ആണെന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അത് ഏത് മോഡ്സ് വേണേലും ഏത് ഇതിൽ വേണേലും വരാം. ബെൻഡിങ് വൈബ്രേഷൻ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ സിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? സിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ഈ സെൻട്രൽ ആറ്റത്തെ അപേക്ഷിച്ച് മോഡ്സ് ഓഫ്, അതായത് ലെങ്ത് ഒരുപോലെ കൂടുന്നതാണ് സിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എസിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരുപോലെയല്ല, ഒരെണ്ണം സെൻട്രലിൽ നിന്ന് എപ്പാർട്ടും ആയിരിക്കും, ഒരെണ്ണം സെൻട്രലിലോട്ടും പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? എസിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. ഇനി സിസറിങ് എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, ബെൻഡിങ് മോഡ്സ് ഓഫ് ബെൻഡിങ് എന്ന് കൊടുത്താൽ മതി. അതെന്ന് പറയുന്നത് ഒന്നുകിൽ ഇത് സിസറിങ് ആകാം, അല്ലെങ്കിൽ റോക്കിങ്, കാറിൻ്റെ വൈപ്പർ പോലെ റോക്കിങ് അല്ലേ, ഒരുപോലെ പോകുന്നതാകാം അല്ലേ, ഒരേ സൈഡിലോട്ട് പോകുന്ന പോലെ ആയിരിക്കാം അതെന്ന് പറയുന്നത്. ഇതിലേത് വേണേലും ആകാം, അല്ലെങ്കിൽ ഔട്ട് പ്ലെയിനിലുള്ള ട്വിസ്റ്റിങ്ങോ വാഗിങ്ങോ ഇതിലേതേലും ആകാം. അപ്പം നമുക്ക് മോഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ അകത്ത് ഏതൊക്കെയാണ് ഉള്ളത്? 3 മോഡ്സ് ഓഫ് വൈബ്രേഷനാണ്. സിമെട്രിക്കൽ സ്ട്രെച്ചിങ്ങും ഉണ്ട്, എസിമെട്രിക്കൽ സ്ട്രെച്ചിങ്ങും ഉണ്ട്, സിസറിങ്ങും ഉണ്ട്. ഈ 3 മോഡ്സ് ഓഫ് വൈബ്രേഷനും IR ആക്റ്റീവാണ്. IR ആക്റ്റീവ് ആകാൻ കാരണം ഇവിടെ ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദീസ് ഓൾ 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആർ IR ആക്റ്റീവ് എന്നും കൂടെ എഴുതി വെച്ചാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി സിമെട്രിക്കൽ സ്ട്രെച്ചിങ് കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂളിന് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളാണ്. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൻ്റെ മോഡ്സ് ഓഫ് വൈബ്രേഷൻ കാണാനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ ലീനിയർ മോളിക്യൂളിൻ്റെ മോഡ്സ് ഓഫ് വൈബ്രേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? 3n-5 ആയിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കാർബണും 2 ഓക്സിജനും വരുമ്പോൾ 3 വരുന്നുണ്ട്. ആ 3 ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് 4 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. ഈ 4 മോഡ്സ് ഓഫ് വൈബ്രേഷനകത്ത് നമുക്ക് ഗ്രാഫിൽ അല്ലെങ്കിൽ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത് 3 എണ്ണമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം 3 എണ്ണം IR ആക്റ്റീവും 1 എണ്ണം IR ഇനാക്റ്റീവ് ആണ്. ഓക്കെ, ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് among the 4 മോഡ്സ് ഓഫ് വൈബ്രേഷൻ only 3 are IR ആക്റ്റീവ്. സിമെട്രിക്കൽ സ്ട്രെച്ചിങ് ആർ IR ഇനാക്റ്റീവ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ സിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് IR ഇനാക്റ്റീവ് ആണ്. ബാക്കി 3 എണ്ണമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആ IR ഇനാക്റ്റീവ് ആകാൻ കാരണം അവിടെ ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ among the 2 bending modes in one plane and the other one out of plane, 2 എണ്ണം ബെൻഡിങ് ആണ്. അതിൽ 1 എണ്ണം ഔട്ട് ഓഫ് പ്ലെയിനും 1 എണ്ണം ഇൻ പ്ലെയിനുമാണ്. ആ ഔട്ട് ഓഫ് പ്ലെയിൻ എന്ന് പറയുന്നത് ട്വിസ്റ്റിങ്ങും ആകാം, വാഗിങ്ങും ആകാം. അതുപോലെ ഇൻ പ്ലെയിൻ എന്ന് പറയുന്നത് റോക്കിങ്ങും ആകാം, സിസറിങ്ങും ആകാം. ഓക്കെ, ഇത് ഈ 4 എണ്ണം കാണാതെ പഠിച്ചു വെച്ചാൽ മതി. നോക്കിക്കേ, സിമെട്രിക് സ്ട്രെച്ചിങ്ങിൻ്റെ അകത്ത് ഒരേപോലെ സെൻറ്ററിൽ നിന്ന് പോകുന്നുണ്ട്. സെൻറ്റർ ആറ്റത്തെ അപേക്ഷിച്ച് 2 ആറ്റം ഒരേപോലെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യാത്തപ്പോൾ ഇത് IR ഇനാക്റ്റീവാണ്. ഇനി എസിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം സെൻറ്ററിലോട്ടും പോകും, ഒരെണ്ണം സെൻറ്ററിൽ നിന്ന് എപ്പാർട്ടും ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്? IR ആക്റ്റീവാണ്. പിന്നെ ബാക്കി 2 എണ്ണം വരുന്ന ഏതാണ്? ബെൻഡിങ് വൈബ്രേഷനാണ്. ബെൻഡിങ് വൈബ്രേഷനകത്ത് ഇതെന്ന് പറയുന്നത് സിസറിങ് ആകാം, അല്ലെങ്കിൽ സിസറിങ് അല്ലെങ്കിൽ റോക്കിങ്, ഒരേപോലെ അങ്ങോട്ടും പോകാം അല്ലേ. ഇതിലേതെങ്കിലും ഒരെണ്ണം ആകാം. അതുപോലെ തന്നെ ബെൻഡിങ് വൈബ്രേഷനകത്ത് ട്വിസ്റ്റിങ്ങും ആകാം, പിന്നെ വാഗിങ്ങും ആകാം അല്ലേ. ട്വിസ്റ്റിങ്ങും ആകാം, വാഗിങ്. അതായത് ട്വിസ്റ്റിങ് എന്ന് പറയുന്നത് പ്ലസ് സൈൻ എന്ന് പറയുന്നത് ഈ സെൻറ്റർ ആറ്റത്തെ അപേക്ഷിച്ച് 2 കൂടെ മുകളിലോട്ട് മൂവ് അപ്പ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ട്വിസ്റ്റിങ് എന്ന് പറയുന്നത്. വാഗിങ് എന്ന് പറയുന്നത്. അതേസമയം ട്വിസ്റ്റിങ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മുകളിലോട്ടും പോകും, ഒരെണ്ണം താഴത്തോട്ടും പോകും അല്ലേ. ഈ 4 ഡയഗ്രാം വൃത്തിയായിട്ട് പഠിക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. അതുപോലെ മോഡ്സ് ഓഫ് വൈബ്രേഷണൽ മോഡ്സ് ഓഫ് ലീനിയർ മോളിക്യൂൾ, അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ. അതുപോലെ തന്നെ ഇതും വാട്ടർ മോളിക്യൂളിൻ്റെയും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും. പിന്നെ അതായത് IR ഇനാക്റ്റീവ് ആകാൻ കാരണം ഇവിടെ നമ്മൾ
all three modes of vibrations are IR active because of change in dipole moment എന്ന് എഴുതുക. ഇതെന്ന് പറയുന്നത് ഓൺലി വൺ, അതായത് സിമെട്രിക് സ്ട്രെച്ചിങ് ഈസ് IR ഇനാക്റ്റീവ്, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. ബാക്കി റിമൈനിങ് 3 ആർ IR ആക്റ്റീവ്, ദർ ഈസ് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. ഇത്ര എഴുതി വെക്കാം. ഇനി കണ്ടീഷൻ ഫോർ IR ആക്റ്റീവ് മോളിക്കൂൾ, ഡയാറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിലൊക്കെയാണ് പറയുന്നത്. ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ IR ആക്റ്റീവ് ആകുന്ന നോക്കിയാൽ ഹോമോ ന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾ. ഡയാറ്റോമിക് മോളിക്യൂളിനകത്ത് ഒരേപോലെ ഇരിക്കുന്നത്, ഇപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത് മോളിക്യൂളാണ്, അതേസമയം 2 ഓക്സിജൻ ആറ്റം കൂടുന്നതല്ലേ. H2 എന്ന് പറയുന്ന ഹോമോ, N2 എന്ന് പറയുന്നത് ഒരേപോലെയാണ്. ഇതെല്ലാം IR ഇനാക്റ്റീവ് ആയിരിക്കും. അവിടെ എന്തില്ല, നോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. അവിടെ ഡൈപോൾ മൊമെൻറ്റിന് ചേഞ്ച് ഉണ്ടാകത്തില്ല. അതേസമയം ഹെട്രോ ന്യൂക്ലിയർ, ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ള കേട്ടോ. ഇതുപോലെ കുറേ മോളിക്കൂളും തരും, ഇതുപോലെ മോളിക്കൂളും തരും. ഇതിൻ്റെ അകത്ത് IR ആക്റ്റീവ് ഏതാണ്, IR ഇനാക്റ്റീവ് ഏതാണെന്ന് ചോദിക്കാം. ഹെട്രോ ന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾസ് ലൈക്ക് ഏതാണ്, HCl, H2O, CO2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് IR ആക്റ്റീവ് ആണ്. ബിക്കോസ് ഓഫ് ദർ ഈസ് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതെന്താണ്, IR ആക്റ്റീവ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എക്സാമിന് പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യിക്കാം. എക്സാമിന് എപ്പോഴും പ്രോബ്ലം ചോദിക്കുന്നതാണ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കിയാൽ ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ഇത് ഡയാറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിലാണ് പറയുന്നത്. ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ദ വൈബ്രേഷണൽ ചേഞ്ച് മോളിക്യൂൾ ഈസ് പ്രപ്പോർഷണൽ ടു ദ ബോണ്ട് സ്ട്രെങ്ത് ഓർ ഫോഴ്സ് കോൺസ്റ്റൻറ്റ്, ദ റിലേഷൻ ഫോളോസ്. ഇതിനകത്ത് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇത് ന്യൂ ബാർ ഈസ് ഇക്വൽ ടു 1/2πc റൂട്ട് ഇൻറ്റു റൂട്ട് K/μ. ഇതിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. ന്യൂ ബാർ എന്ന് പറയുന്നത് വേവ് നമ്പറാണ്. അതെപ്പോഴും തരുന്നത് cm⁻⁻1 അതെപ്പോഴും നമുക്ക് യൂണിറ്റ് തരുന്നത്. ഇനി സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ്, അത് നമുക്കറിയാം 3 × 10⁸ m/s ആണെന്നുള്ള വിവരം അറിയാം. ഇനി കെ എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ റൂട്ടിൽ നിന്ന് നമ്മൾ കെയെ നമ്മൾ പുറത്തോട്ട് എടുക്കുക. അതായത് റൂട്ടിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 സൈഡും സ്ക്വയർ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ സ്ക്വയർ ചെയ്തുകൊണ്ട് നമ്മൾ റൂട്ടിനെ പുറത്തോട്ടെടുത്താണ് എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, സി ന്യൂ ബാർ ആണ്. അതായത് നമ്മുടെ വെലോസിറ്റിയും വേവ് നമ്പറും കൂടെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് ചോദിക്കുന്നതാണ് എക്സാമിന്. മ്യൂ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മാസാണ്. ഇപ്പോൾ ഒരു മോളിക്കൂൾ കാർബൺ മോണോക്സൈഡ് തന്നു കഴിഞ്ഞാൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസ് തന്നിട്ട് അതിൻ്റെ റെഡ്യൂസ്ഡ് മാസ് കണ്ടുപിടിച്ച് അത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തൊക്കെയാണ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റെഡ്യൂസ്ഡ് മാസ് കാണാനുള്ള ഇക്വേഷൻ m1 m2 ഡിവൈഡഡ് ബൈ m1 + m2. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഒന്ന് വൃത്തിയായിട്ട് പഠിക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, IR സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻ. നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിക്കാനില്ല, പക്ഷേങ്കിൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കണം, അത് എക്സാമിന് ചോദിക്കുന്നതാണ്. അതേസമയം നമുക്ക് ഇൻഫ്രാറെഡിൻ്റെ ആപ്ലിക്കേഷൻ ഇതേ ഉള്ളൂ, ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിക്കാനില്ല. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള അറിയാവുന്ന എളുപ്പമുള്ള 2-3 പോയിന്റ് പഠിക്കുക. ഐഡൻറ്റിഫൈ എ കോമ്പൗണ്ട് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ്, ഡിറ്റക്ഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ടു ടെസ്റ്റ് ദ പ്യൂരിറ്റി ഓഫ് കോമ്പൗണ്ട്, ടു സ്റ്റഡി ദ പ്രോഗ്രസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് ഷേപ്പ് ഓർ ജിയോമെട്രി ഓഫ് മോളിക്യൂൾ, ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ എ മോളിക്യൂൾ. ആപ്ലിക്കേഷനിൻ്റെ അകത്ത് ഒരു 2-3 പഠിക്കാവുന്ന അത്രയും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച എവിടെ തൊട്ടായിരുന്നു, മോഡ്സ് ഓഫ് വൈബ്രേഷൻ. അതിന് മുമ്പായിട്ട് IR സ്പെക്ട്രത്തിൻ്റെ പ്രിൻസിപ്പിൾ, അതായത് IR റീജിയണിൽ നിന്ന് ഇൻഫ്രാറെഡ് റീജിയണിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട്
മോളിക്യൂള് വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് ട്രാൻസിഷൻ ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്ര. അതേപോലെ തന്നെ തിരിച്ച് കം ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഫോർ എനർജി റിലീസ് ചെയ്തുകൊണ്ട് എനർജി റിലീസ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ആ ട്രാൻസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ട്രാൻസിഷൻ നടക്കുന്നത്. ഇതിന് നമ്മൾ വൈബ്രേഷൻ എനർജി ലെവലൊക്കെ ആയതുകൊണ്ട് നമ്മളിതിനെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. രണ്ടായിട്ട് ഇതിൻ്റെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ IR സ്പെക്ട്രത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻ്റ് റീജിയണും ഗ്രൂപ്പ് ഫ്രീക്വൻസി റീജിയണും. ഇനി ടൈപ്സ് ഓഫ് വൈബ്രേഷൻ, നമുക്ക് സ്ട്രെച്ചിങ് വൈബ്രേഷനും ഉണ്ട്, ബെൻഡിങ് വൈബ്രേഷനും ഉണ്ട്. സ്ട്രെച്ചിങ്ങിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സിമെട്രിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് എസിമെട്രിക്കൽ സ്ട്രെച്ചിങ്. ബെൻഡിങ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇൻ പ്ലെയിനും ഉണ്ട്, ഔട്ട് ഓഫ് പ്ലെയിനും ഉണ്ട്. ഓക്കെ, ഔട്ട് ഓഫ് പ്ലെയിൻ്റെ അകത്ത് വരുന്നതാണ് മൂവ് അപ്പും മൂവ് ഡൗണും. ഇൻ പ്ലെയിൻ വരുന്നതെന്ന് പറഞ്ഞാൽ കാറിൻ്റെ വൈബ്സൊക്കെ മൂവ് ചെയ്യുന്ന പോലെ അത് റോക്കിങ്, അതുപോലെ കത്രികയുടെ ആണെങ്കിൽ സിസറിങ്. സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റത്തെ അപേക്ഷിച്ചിട്ട് നീളം കുറയുക, സെൻട്രൽ ആറ്റത്തിലോട്ട് ഒരുപോലെ നീളം കുറഞ്ഞ് ഇങ്ങോട്ട് ഒരുപോലെ പോരുന്നതിനെയാണ് സ്ട്രെച്ചിങ്, സിമെട്രിക് സ്ട്രെച്ചിങ്. അതേസമയം എസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ നീളം അങ്ങ് കൂടിപ്പോവും, ഇതിൻ്റെ നീളം കുറഞ്ഞു പോകും. ഇങ്ങനെ അങ്ങ് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? എസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. സിസറിങ്, റോക്കിങ്, വാഗിങ്, ട്വിസ്റ്റിങ് ഇതെല്ലാം പഠിക്കണം. ഇനി നമ്മുടെ ഏതാണ് നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ കാണാനുള്ള വാട്ടർ മോളിക്യൂളിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷനും കാണാൻ പഠിക്കണം. അതായത് 3n വളരെ ഈസി അല്ലേ, 3n-5ഉം 3n-6 ലീനിയർ മോളിക്കൂളാണ്, 3n-5 നോൺ ലീനിയർ ആണെങ്കിൽ 3n-6. അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് മോഡ്സ് ഓഫ് വൈബ്രേഷൻ കിട്ടുന്നത്, ആദ്യത്തെ മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് 3ആണ്, രണ്ടാമത്തത് 4ആണ്. പക്ഷേങ്കിൽ ഒരെണ്ണം IR ഇനാക്റ്റീവ് ആണ്, അതുകൊണ്ട് 3 IR ആക്റ്റീവും 1 IR ഇനാക്റ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതൊക്കെ പഠിക്കണം. ഓക്കെ, ഇനി IR ആക്റ്റീവ് ആകുന്നതിനുള്ള കണ്ടീഷൻ ഫോർ ഡയാറ്റം മോളിക്കൂളിൻ്റെ യൂണി മോളിക്കുലാറാണെങ്കിൽ IR ഇനാക്റ്റീവ് ആണ്, ഒരേപോലെ ഇരിക്കുന്നതാണെങ്കിൽ IR ഇനാക്റ്റീവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്കൂളാണ് എങ്കിൽ IR ആക്റ്റീവ് ആയിരിക്കും. ഇനി ഗ്രൂപ്പ് ഫ്രീക്വൻസി, അതായത് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കണം. ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേനും ഇതിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുക, എല്ലാത്തിനെയും സ്ക്വയർ ചെയ്യുമ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് റൂട്ടിനകത്ത് കിടക്കുന്നത് അല്ലെ, സ്ക്വയർ ബ്രാക്കറ്റ് അല്ല റൂട്ടിനകത്ത് കിടക്കുന്നതിന് റൂട്ട് മാറും. അപ്പോൾ അത് K/μ ആകും. ഇവിടെയെല്ലാം C² ആകും, π² ആകും, 4 ആകും, ന്യൂ⁻² ആകും, അതെല്ലാം സ്ക്വയർ ആകും. പിന്നെ ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത് പുറത്തിറക്കി K = എന്താണെന്നുള്ളത് എഴുതി വെക്കുക. അത് അപ്പോൾ അടുത്ത ദിവസം ക്ലാസ് പ്രോബ്ലം ചെയ്യിക്കുമ്പോഴത്തേനും അത് പറഞ്ഞുതരാം. ഓക്കെ, ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.